കറി വെക്കാവുന്ന ഒരു മോഹം. ഞായറാഴ്ചയാണ് സ്പെഷ്യലായിട്ട് എല്ലാവരും ഇറച്ചിയാണ് ചെയ്യുന്നത്, എങ്കിലും ഞങ്ങൾക്ക് ഇന്നൊരു മോഹം. കാര്യം മോളും മോനും ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അവർക്ക് ഇത്തിരി മീൻകറി വേണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ തീരദേശത്തിന്റെ കറി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ അത് അതിനായിട്ട് കറി വെക്കാനായിട്ട് ഒരുങ്ങുവാണ്. ആദ്യമായിട്ട് എണ്ണ ഒഴിച്ചു. ഞാൻ കടുകും ഉലുവയും ഒന്നും ഇങ്ങനെ ചേർക്കാറില്ല, അതിങ്ങനെ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കുക. അതിനുള്ള സാധനങ്ങളാണിത്. ആദ്യം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് അങ്ങോട്ട് ഇടാം, അല്ലാതെ അപ്പോഴെപ്പോഴായിട്ട് ഇടേണ്ട കാര്യമില്ല. ഇത് ഒരുമിച്ച് എല്ലാം കൂടെ തന്നെ ഇത് ക്ലിയർ ആവും, കിടന്ന് ശരിയാവും. വേപ്പിൽ നമുക്കിത്തിരി പിന്നെ ഇടാം കേട്ടോ. അല്പം കൂടെ എണ്ണ ഒഴിച്ചേക്കാം. എണ്ണയൊന്നും ഞങ്ങൾ കൂടുതൽ ചേർക്കാറില്ല, എങ്കിലും ടേസ്റ്റാണ് കറി. ഇതൊന്ന് മൂത്തതിന് ശേഷം അല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാര്യം എണ്ണയിലാണ് ടേസ്റ്റ്, നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല, മുളക് കറിയാണ്. ഉപ്പിട്ട് കൊടുക്കുക. എളുപ്പം മൂക്കാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഏകദേശം മൂത്തിട്ടുണ്ട്. ഒരുപാട് മൂത്തിങ്ങനെ കരിയണ്ട, ഇങ്ങനെ മതി. ഇനിയാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഴയ അമ്മമാരൊക്കെ കറി വെക്കുന്നത് ഇപ്പോഴത്തെ തലമുറ കൂട്ടിയിട്ടുണ്ടോ ഇല്ല അറിയില്ല, എന്നാലും അവരിത്തിരി മല്ലിപ്പൊടി ചേർക്കും. ആ മല്ലിപ്പൊടിയിലാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ മുളക്, മഞ്ഞള്, മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ഈ കറി. ഇതും കരിയരുത്, അല്പം പോലും കരിയാൻ പാടില്ല. കരിയാതെ തന്നെ കറി വെച്ചെടുക്കണം. കേട്ടോ, ഇത് സിമ്മിലിട്ടിരിക്കുവാണ്. സിമ്മിലിട്ട് തന്നെ ഇത് വെക്കേണ്ടതാണ്, അതല്ല ഇത് കരിഞ്ഞു പോകും. ഏകദേശം ആയിട്ടുണ്ട്, മതി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകുന്നു. മതി. കുടംപുളി ഇട്ടു, അല്പം ഉപ്പ്, ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്, നമുക്ക് മീനിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇത് പറ്റിയിട്ടാണ് ബാക്കി കഥ. ഞാൻ ഉലുവായും കടുകും ആദ്യം ഒന്നും ചേർക്കാറില്ല, ഇത് വറുത്ത് പൊടിച്ചതാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ ഇതിടുമ്പോ. ഇത് ലാസ്റ്റ് ചേർക്കും. കറി ഇറക്കാറാകുമ്പോൾ വേപ്പില കൂടെ ചേർത്തിട്ട്, അതായത് നമ്മുടെ വീട്ടു വളപ്പിന്ന് പറിച്ചെടുത്ത വേപ്പില, അതിത്തിരി ഇട്ട് ഒരല്പം എണ്ണ കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ സ്രാവ് കറി കൂട്ടിയിട്ടുണ്ടോ, ആ ടേസ്റ്റാ. ഇപ്പോൾ നമ്മുടെ കേരക്കറി റെഡി.